ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ ലാംഗ്വേജസും എന്തൊക്കെ ഫ്രെയിംവർക്സുമാണ് വെബ് ഡെവലപ്മെൻറ്റിൽ പഠിക്കേണ്ടത് എന്ന് കാണുകയുണ്ടായി. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ ലാംഗ്വേജിലും ഓരോ ഫ്രെയിംവർക്കിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്നായിരിക്കും നോക്കുക. ആദ്യമേ HTML. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു വെബ് പേജിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് ഡോക്യുമെൻറ്റിൻ്റെ കണ്ടന്റും സ്ട്രക്ചറും ഡിഫൈൻ ചെയ്യുക. HTML ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് HTML ടാഗ്സ് ആണ്. ടാഗ്സ് ഉപയോഗിച്ചാണ് നമ്മൾ വെബ് ഡോക്യുമെൻറ്റിൻ്റെ കണ്ടന്റും സ്ട്രക്ചറും ഡിഫൈൻ ചെയ്യുന്നത്. HTML കുറേ ടാഗ്സ് ഉണ്ട്. HTML ടാഗ്, ഹെഡ് ടാഗ്, ബോഡി ടാഗ്, ഡിവ് ടാഗ്, പാരഗ്രാഫ് ടാഗ്, ഇങ്ങനെ ഒട്ടനവധി ടാഗ്സ് ഉണ്ട്. ഈ ടാഗ്സ് എല്ലാം ആദ്യമേ പഠിക്കണം. പിന്നെ ടാഗ്സിൽ ചിലതൊക്കെ ബ്ലോക്ക് ടാഗ്സ് ആണ്, ചിലതൊക്കെ ഇൻലൈൻ ടാഗ്സ് ആണ്. ബ്ലോക്ക് ടാഗ്സിന്റെ പ്രത്യേകത, ആ ടാഗ് എപ്പോഴും ഒരു ന്യൂ ലൈനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിവ് ടാഗും പാരഗ്രാഫ് ടാഗും. പിന്നെ ഇൻലൈൻ ടാഗ്സിന് എക്സാമ്പിൾ വരിക സ്പാനും ആങ്കർ ടാഗുമാണ്. ഈ ടാഗ് എക്സിസ്റ്റിംഗ് ലൈനിൽ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക. ഈ ടാഗ് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ഒരു പുതിയ ലൈനിലായിരിക്കില്ല വരിക, എക്സിസ്റ്റിംഗ് ലൈനിൽ തന്നെ ആയിരിക്കും. ടാഗ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ HTML ആട്രിബ്യൂട്ട്സ് പഠിക്കണം. HTML ആട്രിബ്യൂട്ട്സ് ടാഗ്സിന് കുറച്ച് മീനിങ് കൊടുക്കുകയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ആങ്കർ ടാഗിനെ നമ്മൾ എക്സാമ്പിൾ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ href എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് ആങ്കർ ടാഗിന്. അതായത് ടാഗിന് കൂടുതൽ മീനിങ് കൊടുക്കുകയാണ് ആട്രിബ്യൂട്ടിലൂടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് ഫോർമാറ്റിംഗ്, എങ്ങനെ നമുക്ക് ടെസ്റ്റിന് സ്റ്റൈലും അപ്പിയറൻസും കൊടുക്കാം എന്ന് ടെസ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. ടെസ്റ്റ് ഫോർമാറ്റിംഗിൽ മെയിൻലി പറയുകയാണെങ്കിൽ ഹെഡർ ടാഗ്, നമുക്ക് ഓൾമോസ്റ്റ് 6 ഹെഡർ ടാഗ്സ് ഉണ്ട്. H1, H2, H3, H4, H5, H6. സിമിലർലി പാരഗ്രാഫ് ടാഗ്, സ്ട്രോങ് ടാഗ്, ബോൾഡ് ടാഗ്, ഇതെല്ലാം ടെസ്റ്റ് ഫോർമാറ്റിംഗിൽ വരും. പിന്നെ ലിസ്റ്റ്, എങ്ങനെ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് HTML യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ലിങ്ക്സ്, എങ്ങനെ നമുക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം മെയിലിലോട്ടുള്ള ഒരു ലിങ്ക്, അല്ലെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലോട്ടുള്ള ഒരു ലിങ്ക്, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിലോട്ടുള്ള ലിങ്ക്, ഇതൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിക്കണം. പിന്നെ എംബഡഡ് കണ്ടന്റ്, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ എംബഡ് ചെയ്യാം എന്ന് നോക്കണം. പിന്നെ എങ്ങനെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഫോംസ് ക്രിയേറ്റ് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാം. പിന്നെ HTML5 സെമാൻറ്റിക് എലമെന്റ്സ് പഠിക്കണം. നമുക്ക് സെമാൻറ്റിക് എലമെന്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡർ എലമെന്റ്, നാബ് എലമെന്റ്, സെക്ഷൻ എലമെന്റ്. div id ഈക്വൽ ടു ഹെഡർ എന്ന് പറയുന്നതിന് പകരം നമ്മളിപ്പം ഹെഡർ സെമാൻറ്റിക് എലമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിനും ഡെവലപ്പറിനും ബെറ്റർ ആയിട്ട് ഹെഡർ ആണെന്നുള്ള ആ മീനിങ് കൺവേ ചെയ്യാൻ കഴിയും. ഇത്രയും ടോപ്പിക്സ് ആണ് HTML ലാംഗ്വേജിൽ നമ്മൾ മെയിൻലി പഠിക്കേണ്ടത്.